ഏരീസ്, ഞാൻ കാണുന്നത് ജൂൺ മാസത്തില് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പാസ്റ്റ് സിറ്റുവേഷൻ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. പക്ഷെ ഈ മാസം ഡിഫറെന്റ് എന്താ വെച്ചാൽ നിങ്ങളുടെ റിയാക്ഷൻ മുമ്പത്തെ മാതിരി ആയിരിക്കില്ല. ഇതെന്താണ് എക്സാക്ട്ലി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താ മെസ്സേജസ് വരണേന്ന് റീഡിംഗിൽ കാണാം. അപ്പോൾ ഏരീസ്, എന്താണ് നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി 7 ഓഫ് കപ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഫൂൾ എനർജി, കറണ്ട് എനർജി നിങ്ങളുടെ 3 ഓഫ് കപ്സ്, ഫ്യൂച്ചർ എനർജി ഡെത്ത്, ചാലഞ്ച് നിങ്ങൾക്ക് മൂൺ, അഡ്വൈസ് കിങ് ഓഫ് വാൻഡ്സ്, സർപ്രൈസ് ഫാക്ടർ 6 ഓഫ് പെൻറ്റക്കിൾസ്, ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ഏരീസ് ഞാൻ കാണുന്നത്, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഏരീസ് സൺ, മൂൺ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് സൈൻ ആണ്. ആൻഡ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പം ഞാനിവിടെ കാണുന്നത് 7 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. 7 ഓഫ് കപ്സ് കൺഫ്യൂഷൻ്റെ എനർജിയാണ്. 7 ഓഫ് കപ്സ് ആക്ച്വലി ഈ മാസം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, കൺഫ്യൂഷൻ ഉണ്ട്, ഒരു ക്ലാരിറ്റി ഇല്ല ഒന്നിലും. ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷുവർ അല്ല. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സ് എല്ലാ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്, പക്ഷെ ഒരു ക്ലാരിറ്റി വരുന്നില്ല. അത് മാത്രമല്ല, കുറേ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ കുറച്ച് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാനാണ് നിങ്ങൾ നോക്കണത്. എന്താ വെച്ചാൽ 2 ഓഫ് സോഡ്സ് ഒരു കൺഫ്യൂഷനാണ്, പ്രാക്ടിക്കൽ, ഇമോഷണൽ. അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കണേ. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ നിങ്ങൾ ഒരു റിസ്ക് എടുത്തു, ഫൂൾ, ഒരു പുതിയ തുടക്കം ഉണ്ടായി നിങ്ങളുടെ ജോലിയിൽ, നിങ്ങളുടെ കരിയറിൽ, അതല്ല വെച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത മാതിരി ഒരു എനർജിയാണ്. ഇവിടെ ഒരു ബിട്രിയൽഡ് എനർജിയാണ്. അപ്പം നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയി, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അത് നിങ്ങൾ വിചാരിച്ച പോലെ ഒരു ഔട്ട്കം ഉണ്ടായില്ല. അതുകൊണ്ട് കുറച്ചൊരു വിഷമം, ഒരു എൻഡിങ്ങിൻ്റെ മാതിരി ഒരു എനർജി കാണാണ്ട്, പിന്നെ ഒരു ലാക്ക്, ഒരു ലോസിൻ്റെ എനർജിയും കാണാണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസും ഇല്ലാത്ത മാതിരിയായി. പൈസയുടെ കാര്യത്തിലും കുറച്ച് നഷ്ടം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ജൂൺ മാസത്തിൽ നിങ്ങൾ എന്തോ സെലിബ്രേറ്റ് ആണ് ചെയ്യണത്. ഇവിടെ 3 ഓഫ് കപ്സ്. അപ്പോൾ ഈ സെലിബ്രേഷൻ എന്താണ്? കിങ് ഓഫ് സോഡ്സ്. അപ്പോൾ എന്തോ ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ് ഇത്. നിങ്ങളുടെ പാസ്റ്റിന് ആരോ തിരിച്ചു വരുന്നുണ്ട്, അതാണ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണത്. ഈ പേഴ്സൺ ഒരു അക്വേറിയസ്, ലീബ്ര, ജെമിനായി ആവാം. അതല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് എന്ന് വെച്ചാൽ കുറേ ഒരു പ്രാക്ടിക്കൽ പേഴ്സൺ ആണ്. അവരെന്തോ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾ കുറേ ഹാപ്പിയാണ് ആ മെസ്സേജ് കിട്ടിയിട്ട്. അതല്ല വെച്ചാൽ എന്തോ ഒരു റീകൺസിലിയേഷൻ ഓഫർ ആയിരിക്കാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പാസ്റ്റിൻ്റെ കമ്പനി നിങ്ങൾക്കൊരു ജോലിയുടെ ഓഫർ തരണു, അങ്ങനെയും ആവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ ഫ്യൂച്ചറിൽ എന്തോ മാറ്റം വരണു. ഡെത്ത് എനർജി, ഡെത്ത് ഒരു എൻഡിങ് ആണ് ആദ്യം കാണുന്നത്. ജഡ്ജ്മെന്റ്. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് ഇവിടെ യൂണിവേഴ്സിൻ്റെ എന്തോ ഒരു ഡിറക്ഷൻ മാറിയ പോലെ, നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്ക് പോകണ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ പാസ്റ്റിൻ്റെ സിറ്റുവേഷൻ ഫ്യൂച്ചറിൽ വർക്കൗട്ട് ആവണില്ല എന്നാണ് ഞാൻ കാണുന്നത്. അതല്ല വെച്ചാൽ നിങ്ങൾ പോണത് മറ്റേ പറഞ്ഞാൽ നിങ്ങൾ മുമ്പേ ഒരു മാതിരിയായിരുന്നു. പക്ഷെ ഈ എൻഡിങ് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഒരു പേഴ്സൺ ആണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ എന്തോ ഒരു മാറ്റം വന്നുകൊണ്ട് നിങ്ങളുടെ ഔട്ട്കമും അങ്ങനെ അതുമാതിരി ചേഞ്ച് ആവുന്നുണ്ട്. അങ്ങനെ ആവാം. ബട്ട് ഡെഫിനറ്റ്ലി എന്തോ ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ.
ആൻഡ് ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്, ഒരു പോസിറ്റീവ് മാറ്റമാണ് ഇത്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം മൂന്നാണ്. മൂൺ എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ്. കുറേ കാര്യങ്ങൾ ക്ലിയർ അല്ല, കുറേ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഒരു ക്യാൻസർ പേഴ്സൻ്റെ കൂടിയും ആവാം. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ എൻഡ് ആവുന്നുണ്ട് ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ടാണ് പോകേണ്ടത്. അതല്ല വെച്ചാൽ ഇങ്ങനെ ഒരു സ്റ്റാഗ്നൻ്റ് എനർജിയിലാണ് ഇരിക്കേണ്ടതെന്ന്. ആ തീരുമാനം കുറച്ചൊരു ഡിഫിക്കൾട്ട് തീരുമാനമായിരിക്കും. നിങ്ങൾക്ക് അഡ്വൈസ് വരേണ്ടത് എന്താ വെച്ചാൽ നിങ്ങളൊന്നും പേടിക്കാണ്ട് മുമ്പോട്ട് പോവുക. നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ പ്ലാൻസ് അതിനൊക്കെ കോംപ്രമൈസ് ചെയ്യാണ്ട് മുമ്പോട്ട് പോവുക. എന്താ വെച്ചാൽ എന്തോ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആയിട്ടുണ്ട്, പക്ഷെ എല്ലാം ഫൈനാണ്. എവറിത്തിങ് ഇസ് ഫൈൻ വന്നിട്ടുണ്ട്. ഈ കാർഡ് 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ എവറിത്തിങ് ഇസ് ഫൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിഫിക്കൾട്ട് സമയം നിങ്ങളുടെ ലൈഫിൽ അത് കഴിഞ്ഞു, അത് പാസ്റ്റിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പേടിക്കാനില്ല. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോണത്. ഇപ്പോൾ നിങ്ങളുടെ കരിയറിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്, നിങ്ങളുടെ സ്റ്റെബിലിറ്റിയിലാണ് ഫോക്കസ് ചെയ്യണത്. ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു എന്താ പറയുക, ഒരു സ്റ്റെബിലിറ്റി വന്നിരിക്കണു. അപ്പോൾ ഇപ്പോൾ വരാൻ പോണ സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റേബിളാണ്, അതാണ് യൂണിവേഴ്സ് പറയണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തോ പറഞ്ഞ പാസ്റ്റിൻ്റെ എനർജിയിൽ ഇരിക്കാൻ പാടില്ല. എന്താ വെച്ചാൽ അതിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് സ്റ്റാഗ്നൻ്റ് ആയാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഇല്ലച്ചാൽ മുമ്പോട്ട് പോകാൻ അത്രയും വിഷമാവും. അപ്പോൾ ഇവിടെ 6 ഓഫ് പെൻറ്റിക്കിൾസ് വന്നിട്ടുണ്ട് സർപ്രൈസ് ഫാക്ടറായിട്ട്. സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ നിങ്ങൾക്ക് എന്തോ ഓഫർ തരാൻ പോകുന്നുണ്ട്. ഈ ഓഫർ ഒരു മാരേജ് ഓഫർ ആവാം, ഇതൊരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരണ എനർജി ആവാം, അതല്ല വെച്ചാൽ ഇതൊരു ജോലിയുടെ ഓഫർ ആവാം. നിങ്ങൾ കുറേ സ്ട്രെസ്ഡ് ആണ് ഈ ഓഫർ വരുമ്പോൾ. എന്താ വേണോ എടുക്കണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് മനസ്സിലുണ്ടാവും. നിങ്ങളുടെ ഔട്ട്കം നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ സ്ലോ എനർജിയാണ് ഈ മാസം. കുറച്ച് ഒരു കാര്യങ്ങൾ മെല്ലെയാണ് മുമ്പോട്ട് പോകണേ. പക്ഷേ കുറേ സക്സസ് ഉള്ള മാസമാണ്. എന്താ വെച്ചാൽ സക്സസ് പറയണത് അതിന് സമയം എടുക്കുന്നുണ്ട്, പക്ഷേ സക്സസ് ഉണ്ട്. ആൻഡ് ഞാൻ കാണുന്നത് ഒരു പുതിയ തുടക്കവും ഉണ്ട്. അപ്പോൾ നല്ല ഒരു എനർജി കാണാണ്ട് ഒരു ചെറിയ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം, അത് നിങ്ങൾക്ക് അത്ര കാര്യമായിട്ട് നിങ്ങൾ അത് വരുമ്പോൾ അത്ര കാര്യമായി എടുക്കില്ല. എന്താ വെച്ചാൽ ഒരു ചെറിയ ഓപ്പണിംഗ് ആണ്, ചെറിയ ബിഗിനിങ് ആണ്. നിങ്ങൾ അതിനെ അത്ര കാര്യമാക്കില്ല, പക്ഷെ അത് കുറേ റിവാർഡ്സ് കൊണ്ടുവരണ ബിഗിനിങ് ആണ്. അത് ഫ്യൂച്ചറിലായിരിക്കും റിവാർഡ്സ് കൊണ്ടുവരിക. അതുകൊണ്ട് ഇതൊരു നല്ല മാസമാണ്. എന്താ വെച്ചാൽ എന്തോ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്. അപ്പം എന്താണ് ഇവിടെ നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയണ വെച്ചാൽ, you are very close to achieving your goal. അപ്പോൾ ഏരീസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ ചില കാർഡ്സൊക്കെ ബ്ലർ ചെയ്തിട്ടുണ്ടാവും, ഇല്ല ചെറു ബ്ലോക്ക് വെച്ചിട്ടുണ്ടാവും. എന്താ വെച്ചാൽ യൂട്യൂബ് കുറേ സ്ട്രിക്റ്റ് ആണ്, അവരുടെ കമ്മ്യൂണിറ്റി പോളിസീസ് ഒക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ചില കാർഡ്സ് അപ്രൂവ് ചെയ്യാണ്ട് പിന്നെ പ്രശ്നമാവും. അതുകൊണ്ട് ചില കാർഡ്സ് ഞാൻ ബ്ലോക്കാണ് ചെയ്യണത്. പക്ഷേ ഇത് നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യാം. പ്ലീസ് അഡ്വാൻസിൽ ബുക്ക് ചെയ്യുക. എന്താ വെച്ചാൽ കുറേ ബുക്കിങ്സ് ഉണ്ടായതുകൊണ്ട് കുറച്ചൊരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവും. അപ്പോൾ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട വെച്ചാൽ വേഗം ബുക്ക് ചെയ്യുക. പിന്നെ കമൻസിൽ ക്ലെയിം ചെയ്യുക ഈ റീഡിങ്ങിനെ. എന്താ വെച്ചാൽ നല്ല പോസിറ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ എപ്പോഴും കമൻറ്റ് ചെയ്ത് ക്ലെയിം ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.